So first you have to identify the problem is maximization problem or minimization problem. After identifying the next you have to identify the objective. Sometimes the maximization of profit, sometimes minimization of cost, etc. Then represent the objective in a linear equation. Next you find out what are different type of constraints imposed on this objective function. എന്തൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും, കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. ആദ്യം കണ്ടുപിടിക്കുക. ചില കേസിൽ ഇത്ര മെഷീൻസ് ഇത്ര ഇത്ര അവേഴ്സ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. ചില കേസിൽ എന്താണ് റിസോഴ്സസ് ഇത്ര ടൈം നമുക്ക് അവൈലബിലിറ്റി, അങ്ങനെ ചില കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. ആ കൺസ്ട്രെയിൻസ് കണ്ടുപിടിച്ചിട്ട് ഒരു ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് മാറ്റുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ കിട്ടുന്ന വാരിയബിൾസ് നമുക്ക് x1 x2 xy എന്ന് പറയുന്ന വാരിയബിൾസിന് കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് സൊല്യൂഷൻ പഠിച്ചു നോക്കുകയാണ്. നമ്മൾ ഫസ്റ്റത്തെ കേസിലൊരു ഇനീഷ്യൽ സൊല്യൂഷൻ പഠിച്ചു, പിന്നെ ഫീസിബിൾ സൊല്യൂഷൻ പഠിച്ചു. ആദ്യത്തെ കേസിൽ നമ്മൾ കിട്ടുന്ന വാരിയബിളിന് കിട്ടുന്ന ആൻസർ നമുക്കതൊരു സൊല്യൂഷനാണ്, ഒപ്റ്റിമം സൊല്യൂഷൻ. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ നമുക്ക് കൺസ്ട്രെയിൻസ് സോൾവ് ചെയ്ത് കിട്ടുന്ന വാരിയബിൾസ് x1 x2 അതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ഫീസിബിൾ സൊല്യൂഷനാണ്. ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫീസിബിൾ സൊല്യൂഷനിൽ ഏതാണോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓൾറെഡി എങ്ങനെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഒന്നുകൂടി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുകയാണ്, ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ് ഇതൊന്നുകൂടി. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് 5x + y ≤ 100, ദെൻ x + y ≤ 100, ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻ ഇക്വേഷൻ. കൺസ്ട്രെയിൻ ഇങ്ങനെ ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ കിട്ടുന്നുണ്ട്, ഓരോ ലീനിയർ ഇക്വേഷൻ ഓരോ ലൈനാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ 5x + y = 0 = 100 ആക്കണം. നമ്മൾ സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഗ്രാഫിക്കൽ സോൾവ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഈക്വൽ ടു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 5x + y = 100 ആയി. ഇനി എന്ത് ചെയ്യുക, എക്സിന് 0 ഇട്ട് കൊടുക്കുക. എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 5x 0 ആയി, y = 100. അപ്പോൾ ഒന്നാമത്തെ നമുക്കൊരു ലൈൻ കിട്ടും. അതാണ് നമ്മുടെ x = 0 y = 100. ഇതാണ് നമ്മൾ ഒന്നാമത്തെ 2 പോയിന്റ് കിട്ടി. അപ്പോൾ നമ്മൾ 2 പോയിന്റ് കിട്ടി. ഈ പോയിന്റ് ഒരു പോയിന്റ്, ഫസ്റ്റത്തെ ലൈൻ ഒരു പോയിന്റ് കിട്ടി. ഇനി നമ്മൾ വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ x ന് 20 കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ്. അപ്പോൾ 2 പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഈ പർട്ടിക്കുലർ. ഇനി രണ്ടാമത്തെ x + y, ഇതിൽ x = 0 കൊടുത്തു കഴിഞ്ഞാൽ y = 60 കിട്ടി. y = 0 കൊടുത്തു കഴിഞ്ഞാൽ s = 60 കിട്ടും. അങ്ങനെ രണ്ടും മാറി കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമുക്ക് ഇവിടെ 60 0 60 60 0 കിട്ടും. അപ്പോൾ രണ്ടും വരയ്ക്കുക. ഈ രണ്ടും കൂടിയിട്ട് ഇതിന് കോമൺ ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ വെർട്ടസുകളും 1 A B C E O ഈ 4 വെർട്ടസുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏതിനാണ് മാക്സിമം വാല്യൂ കിട്ടുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടു. ഇതിൽ നമുക്ക് ഫോർമുലേഷൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻ ചെയ്തേണ്ടത് എങ്ങനെയായിരിക്കും, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 20x+, നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം. 20 ഇവിടെ നമ്മൾ 2 ചെയറിന് നമ്മൾ x കൊടുക്കുക, ടേബിളിന് നമ്മൾ y കൊടുത്തു കഴിഞ്ഞാൽ 20x + 40y ആണ് നമ്മുടെ z max. z max = 20x + 40y. അല്ലെങ്കിൽ നിങ്ങൾ x1 x2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇനി കൺസ്ട്രെയിൻസ് ഇക്വേഷൻ ഏതൊക്കെയാണ്, x1 ഇവിടെ x1 + 4y ≤ 24. ഇവിടെ നിന്ന് കിട്ടും 3x + y ≤ 21. ഇവിടെ x + y ≤ 8. അങ്ങനെ 3 ഇക്വേഷൻ നമുക്ക് കിട്ടും. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻ. x + y ≤ 24, 3x + y ≤ 21, x + y ≤ 8. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനെ കൺവേർട്ട് ചെയ്യുക. ഇനീക്വാലിറ്റി സൈനം ഈക്വൽ സൈനായിട്ട് നമ്മൾ ഫസ്റ്റ് കൺവേർട്ട് ചെയ്തു. അപ്പോൾ x + 4y = 24, 3x + y = 21, x + y = 8. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ എടുത്തു. എന്ത് ചെയ്തു, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് കിട്ടി. 2 പോയിന്റ് വേണം ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ത് കിട്ടി, 0 6 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് കിട്ടി. രണ്ടാമത്തെ പോയിന്റ് എന്ത് കൊടുക്കുക, ഈ സെയിം ഇക്വേഷൻ y 0 കൊടുക്കുക. നമുക്ക് ഇത്രയും ചെയ്യാനുള്ളൂ. x 0 കൊടുക്കുക, ഒരു ഇക്വേഷൻ ഒരു ആൻസർ കിട്ടും. y 0 കൊടുക്കുക, ഒരു കിട്ടും. അപ്പോൾ 2 പോയിന്റ് കിട്ടും. y 0 കൊടുത്തു കഴിഞ്ഞാൽ x 24 കിട്ടി. അപ്പോൾ നമുക്ക് 0 6 ഉം 24 0 കിട്ടി. 2 പോയിന്റ് കിട്ടി. 2 പോയിന്റ് കിട്ടി നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ
അടുത്ത ലൈനും ഇത് തന്നെ ഫോളോ ചെയ്യുക. എക്സിനേക്ക് 0 കൊടുക്കുക, വൈക്ക് 0 കൊടുത്തിട്ട് ചെയ്യും. എക്സിന് അത് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എക്സിന് കിട്ടും. അപ്പോൾ 2 ലൈൻ 2 പോയിന്റ് കിട്ടും. അങ്ങനെ വരയ്ക്കുക. അപ്പോൾ അങ്ങനെ മൊത്തം നമുക്ക് 3 ലൈൻ കിട്ടും. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 3 ലൈൻ കിട്ടി. ഈ 3 ലൈനിൻ്റെയും കോമൺ ആയിട്ടുള്ള നമ്മുടെ റീജിയനാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇനി കോമൺ ആയിട്ട് റീജിയനിൽ ഏതൊക്കെ പോയിന്റ് ഉണ്ട്? ഇതൊരു പോയിന്റ് വരുന്നുണ്ട് ഡി. ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഇതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന വെർട്ടിസുകൾ ഒന്നാണ് എച്ച്, ജി, എ, പിന്നെ എ. നമുക്ക് എ, ജി, എച്ച്, ഡി ഈ 4 പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഉദാഹരണം 0 0 ആണെന്ന് അറിയാം. എ എന്ന് പറയുന്നത് ഇത് 0 0 ആണ്. ഒ എന്ന് പറയുന്നത് 0 0 ആണ്. ഇനി എ എന്ന് പറയേണ്ടത് ഏതാണ്? 0 6 0 6. ജി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു ഏതോടെ ഈ പോയിന്റ്. ഈ പോയിന്റ് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഗ്രാഫിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇത് 2.67 5.33 നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ അറിയെങ്കിൽ അങ്ങനെ നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാം. ഏത് മെത്തേഡ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും ഗ്രാഫ് പേപ്പർ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യും ക്ലാസ്സിൽ എക്സാം ഹോളിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരയ്ക്കാം, കറക്റ്റ് ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും ആ പോയിന്റ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഏത് 2 ഇക്വേഷൻ ആണോ സോൾവ് ചെയ്യേണ്ടത് ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് കിട്ടും. 2 പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ലൈനും ഈ ലൈനാണ്. ആ 2 ലൈനും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് കിട്ടും, എക്സും വൈയും. അപ്പോൾ നമുക്ക് കിട്ടി. എച്ചും അതുപോലെ തന്നെ ഈ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ഗ്രാഫ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും, അല്ലെങ്കിൽ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ തരും മിക്കതും. അപ്പോൾ ഗ്രാഫ് പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 7 7 0 7 0 എക്സ് 7 വൈ 0. അപ്പം നമുക്ക് 5 പോയിന്റ്. ഇനി 5 പോയിന്റ് നമുക്ക് നമ്മുടെ ഏതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഇട്ട് കൊടുക്കുക ഓരോന്നും. അപ്പോൾ 0 0 ഇട്ട് കൊടുത്തപ്പോൾ സെഡ് 0 കിട്ടി. 0 6 എടുത്തപ്പോൾ സെഡ് 240 കിട്ടി. ഈ വാല്യൂ എടുത്തപ്പോൾ 26.2 കിട്ടി. ഇതിട്ട് കൊടുത്തപ്പോൾ 190 കിട്ടി. 7 ഇട്ട് കൊടുത്തപ്പോൾ 140 കിട്ടി. അപ്പോൾ നമുക്കറിയാം ഏറ്റവും മാക്സിമം കിട്ടിയത് ഏതാണ്? 266.6 ആണ് അത് നമുക്ക് കിട്ടിയത്. എസിക്കൽ 2.67 വൈക്കൽ ടു 5.33. അപ്പോൾ ഇങ്ങനെ നമുക്കാണെങ്കിൽ ഇത് ഒരിക്കലും പകുതി കസാരയോ അല്ലെങ്കിൽ അങ്ങനത്തെ കസാര ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 2.67 ആണെങ്കിൽ നമുക്ക് എക്സ് 3 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. ചയറും ടേബിളല്ല നമുക്ക്, അല്ലാണ്ട് പകുതി ചയറും പകുതി ടേബിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 3 നമുക്ക് എക്സ് ചെയറാണെങ്കിൽ 3 ചെയറും വൈ എന്ന് പറയുന്നത് 5.33 ആണ്. നമുക്ക് അതിൻ്റെ 5 എടുക്കാം. അപ്പോൾ വൈ എന്ന് പറയുന്ന ടേബിൾ ആണെങ്കിൽ 5 ടേബിളും 3 ചെയറും 5 ടേബിളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഒപ്റ്റിമായിട്ട് നമുക്ക് പറ്റുള്ളൂ ആ മെഷീൻസ് വെച്ചിട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. നമുക്ക് പ്രാക്ടിക്കൽ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കുക. എത്ര നമുക്ക് ഒബ്ജക്റ്റീവ് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ് സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. എക്സ് സെഡ് ഈസ് ഈക്വൽ ടു 4x + y കൺസ്ട്രെയിൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്കറിയാം 4x + y ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് മാർക്ക് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി എന്താ നമ്മുടെ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്? x + y = 50, 3x + y = ≤ 90, x അത് നമുക്കറിയാം 180 കണ്ടീഷനാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ 2 ഇക്വേഷൻ കൺസ്ട്രെയിൻ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യുക, ഈക്വൽ സൈനായിട്ട് മാറ്റി. ഇവിടെ x + y = 50, 3x + y = 90 ആക്കി മാറ്റി. ഇനി നമുക്ക് ഓരോന്നിനും ഇതൊരു ലൈൻ ഇക്വേഷൻ ആണ്. ആ ലൈൻ 2 പോയിന്റ് വേണം. അപ്പോൾ നമ്മൾ x 0 കൊടുത്തു, y 50 കിട്ടി, y 0 കൊടുത്തു, x 50 കിട്ടി. അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി. ഇവിടെ ഏതൊക്കെയാണ് നമ്മുടെ ഒന്നാമത്തെ ലൈനിൻ്റെ 2 പോയിന്റുകൾ ഏതൊക്കെയാണ്? 0, 50 ഇതാണ് ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? രണ്ടാമത്തെ പോയിന്റ് വൈക്ക് 0 ആണ്. അപ്പോൾ x 50 0. അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി. ഈ 2 പോയിന്റ് വെച്ച് ഗ്രാഫിൽ ഒരു ലൈൻ വരച്ചുകൂടെ? ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇതൊരു പോയിന്റാണ്. മിനിമം 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇനി അടുത്ത 3x + y = 90. അപ്പോൾ x 0 കൊടുത്തപ്പോൾ y 90 കിട്ടി, y 0 കൊടുത്തപ്പോൾ x ഇത് കിട്ടി. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇവിടെ പോയിന്റ്? x 0 കൊടുത്തപ്പോൾ yക്ക് 90 കിട്ടി. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? എക്സിന് 30, വൈക്ക് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു 2 പോയിന്റ് ലൈൻ കിട്ടി, ഇവിടെ 2 പോയിന്റ് ലൈൻ കിട്ടി. നമ്മളിവിടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ആദ്യത്തെ ലൈൻ 3x + y, നമുക്ക് ഈ പോയിന്റ് ഒന്നാമത്തെ ഇപ്പോൾ ഒരു ലൈൻ നമുക്ക് ഈ പോയിന്റും കിട്ടും, ഈ പോയിന്റും കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ലൈൻ വരച്ചു. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ലൈൻ. ഇനി അടുത്തത് ഈ പോയിന്റും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൈൻ വരച്ചു. ഈ രണ്ടിന് കോമൺ ആയിട്ടുള്ള ഭാഗം ഏതാണ്? ഈ ഭാഗമാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഭാഗം. നമ്മൾ കോമൺ ആയിട്ടുള്ള
ഇതാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള ഭാഗം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പോയിന്റും, ഇതൊരു പോയിന്റാണ് കോമൺ ആയിട്ടുള്ള ഭാഗത്തിൻ്റെ, അങ്ങനെ എത്ര പോയിന്റ് ഉണ്ട്? 1 2 3 4 പോയിന്റ് ഉണ്ട്. ഈ 4 പോയിന്റും നമ്മൾക്ക് അറിയാം. ഈ പോയിന്റ്, ആദ്യത്തെ പോയിന്റ് 0, ഇത് O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 ആണ്, നമുക്കിവിടെ കിട്ടി O. ഫസ്റ്റത്തെ നമുക്ക് O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇട്ട് കൊടുത്തപ്പോൾ അത് 0 കിട്ടി. അപ്പോൾ അതല്ല നമ്മുടെ സൊല്യൂഷൻ, ഒപ്റ്റിമം സൊല്യൂഷൻ അതല്ല. ഈ രണ്ടാമത്തെ ഏതാണ്? 30 0. 30 0 നമ്മുടെ ഏതാണ്? A എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. A ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 120 കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഏതാണ്? B. ഇട്ട് 20 30 ഇട്ട് കൊടുത്തപ്പോൾ 110 കിട്ടിയുള്ളൂ. ഇനി ഏതാണ് അടുത്തുള്ളത്? ഇനി ഈ പോയിന്റ് C ഇട്ട് കൊടുത്തപ്പോൾ 0 50 ഇട്ട് കൊടുത്തപ്പോൾ 50 കിട്ടി. അപ്പോൾ നമുക്ക് മാക്സിമം കിട്ടിയത് ഏതിലാണ്? ഈ 30 0 മാക്സിമം. ഇതാണ് നമ്മുടെ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഈസിയാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാനൊരു 2 പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫോർമുലൈസ് ചെയ്യുക. അത് നിങ്ങൾ ഗ്രാഫിക്കൽ മെത്തേഡ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. LPPയുടെ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുലൈസ് ചെയ്യുക, ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യുക. നമ്മൾ ഓൾറെഡി 2 പ്രോബ്ലം എടുത്തു, എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. 2 പോയിന്റ് കണ്ടുപിടിക്കുക, 2 പോയിന്റ് വെച്ച് ലൈൻ വരയ്ക്കുക, ആ ലൈനുകളുടെ കോമൺ ആയിട്ടുള്ള റീജിയൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഓരോ വെർട്ടിസസും, കോമൺ ആയിട്ടുള്ള ഭാഗത്തിൻ്റെ ഓരോ വെർട്ടിസസും കണ്ടുപിടിക്കുക, ഭാഗത്തിൻ്റെ വാല്യൂ എടുത്തിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏതിനാണ് ഒപ്റ്റിമം കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ കിട്ടുന്നത് അതാണ് നമ്മുടെ ഒപ്റ്റിമം സൊല്യൂഷൻ. ഇനി വേറൊരു പ്രോബ്ലം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു ആണ്. ഇവിടെ ഈ പ്രോബ്ലത്തിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇവിടുത്തെ എല്ലാം ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു ആണ്, സെയിം തന്നെ മാക്സിമൈസ് ആണ്. പക്ഷേ കൺസ്ട്രെയിൻ ഇൻഡിക്കേഷനിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 7, ഇതിൽ ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 8. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നമുക്ക് കോമൺ റീജിയൻ എല്ലാം ലെസ് ദാൻ ഈസ് ഈക്വൽ ടു ആയിരുന്നു. ഇനി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് മേലേക്കാണ്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ മെത്തേഡൊക്കെ സെയിം തന്നെ. X = 0 കൊടുക്കുക, Y ക്ക് 6 കിട്ടും. അങ്ങനെ നമ്മൾ 3 പോയിന്റ് കണ്ടുപിടിക്കുക. ഈ 3 ലൈനും ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് 7 ഇവിടെ 7 കിട്ടും, 6 കിട്ടും, ഈക്വൽ ടു 8 കിട്ടും. ഇനി നമ്മൾ ഓരോന്നിനും 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ Y ക്ക് കിട്ടും. അങ്ങനെ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ സെയിം ഫോളോ ചെയ്തിട്ട് നമുക്ക് കിട്ടി Y = 0 കൊടുക്കുമ്പോൾ X 6 കിട്ടി, X 0 കൊടുക്കുമ്പോൾ Y 6 കിട്ടി. അങ്ങനെ നമ്മൾ സെയിം മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നമുക്ക് വരച്ച് കിട്ടിയത് ഇങ്ങനെയായിരുന്നു. കണ്ടോ, വരച്ച് കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു അൺബൗണ്ടഡ് ആണ്. കാരണം ഇത് ലെസ് ദാൻ ഈസ് ഈക്വൽ ടു ആണെങ്കിൽ നമുക്കിത് കോമൺ റീജിയൻ, ഇതൊക്കെ ഗ്രേറ്റർ ദാൻ ആണ്, ഇതിന് മുകളിലേക്കാണ് വരേണ്ടത് അല്ലേ, ഇതിന് മുകളിലേക്കാണ്. അപ്പോൾ ഇത്രയും വലിയൊരു റീജിയൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്, ഇതിന് മിനിമം വാല്യൂ ഈസ് obtained ഫ്രോം ദ പോയിന്റ് H. therefore the required solution is X = ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ മിനിമൈസ് ആണ്. മിനിമൈസ് Z = 2x + y. ഇവിടെ ചിലപ്പോൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിരിക്കും. അപ്പോൾ നമുക്ക് മിനിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും മിനിമം വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. നേരത്തെ നമ്മൾ മാക്സിമം വാല്യൂ എടുത്തു, ഇവിടെ നമ്മൾ മിനിമം വാല്യൂ ആണ് എടുക്കേണ്ടത്. പ്രോബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ മിനിമം സെറ്റ് മിനിമം ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് മിനിമം പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, ഇതിൻ്റെ ഈ പോയിന്റുകൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് ഏതൊക്കെയാണ്? F, H, G, C. ഇതെല്ലാം നമുക്ക് ഇത്രയും ഭാഗമൊക്കെ അതിൻ്റെ റീജിയനാണ്, അൺബൗണ്ടഡ് ആണ്. കാരണം എത്ര വേണമെങ്കിൽ കുറേ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ ഇതിന് മിനിമം ഈ 4 പോയിന്റ്, ഇതിൽ കോമൺ ആയിട്ടുള്ള വരുന്ന 4 പോയിന്റ്, കോമൺ എന്ന് ഇവിടെ അല്ല വരുന്നത്, ഇതിന് മുകളിലുള്ളതൊക്കെ കോമൺ ആയിട്ടുള്ള റീജിയൻ, കാരണം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിന് മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഈ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ മിനിമം വാല്യൂ കിട്ടുന്നത് ഈ പോയിന്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സെയിം സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ ഈസ് ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ഈസ് ഈക്വൽ ടു അതിന് താഴെ ആയിരിക്കണം. ഇവിടെ പറയുന്നത് എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. അപ്പോൾ എല്ലാതിൻ്റെയും മേലേക്കാണ് നോക്കുന്നത്, ഒക്കെ താഴേക്കല്ല, എല്ലാ ലൈനിൻ്റെയും മേലേക്ക് നോക്കുക. കോമൺ ആയിട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും മേലേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ് കണ്ടുപിടിക്കുക. H എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് മിനിമം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇതുപോലത്തെ അൺബൗണ്ടഡ് വരാറില്ല, ബൗണ്ടഡ് കേസുകളായിരിക്കും നമുക്ക് വരിക കണ്ടുപിടിക്കാൻ. അൺബൗണ്ടഡ് വന്നു കഴിഞ്ഞാൽ ഗ്രാഫിക്കലൊക്കെ നമുക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ബൗണ്ടഡ് ആയിരിക്കും കൂടുതലും പ്രോബ്ലത്തിൽ വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർമുലൈസേഷൻ മാക്സിമം കണ്ടുവന്നിരിക്കുന്ന ഫോർമുലൈസേഷൻ, അല്ലെങ്കിൽ ഫോർമുലൈസേഷൻ പ്ലസ് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുള്ളൂ. നിങ്ങളധികം കൺഫ്യൂസർ ആവേണ്ട ഇതിനെ അൺബൗണ്ടഡ് ആയിട്ടുള്ള റിസൾട്ടിനെ പറ്റിയിട്ടൊന്നും. അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് ചെയ്യാൻ പഠിക്കുക. ഫോർമാറ്റ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് LPPയിൽ സോൾവ് ചെയ്യാൻ പഠിക്കുക. അത് നിങ്ങൾക്ക് തരുന്ന പ്രോബ്ലം എല്ലാം ഒരു ഇതൊക്കെ ബൗണ്ടഡ് ആയിരിക്കും.
അൺബൗണ്ടഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കാറില്ല. വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും മാക്സിമം കണ്ടുപിടിക്കുന്ന ഫോർമുലൈസേഷൻ ആണ് 8 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിന്. ചില ചില കേസിൽ മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യാം, LPP വിത്ത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ചോദിക്കാം. ആ സിറ്റുവേഷനിലും മാക്സിമം നിങ്ങൾക്ക് ബൗണ്ടഡ് ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും വരിക. അൺബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പല കേസുകളും വരുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടൊരു സൊല്യൂഷൻ അല്ല അത്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെത്തേഡ് പറഞ്ഞെന്ന് മാത്രം. ഇതിൽ തന്നെ നമുക്ക് ഇത് തന്നെയാണോ കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേറെ ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കുറിച്ചും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതൊന്നും മാക്സിമം വരാറില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫോർമുലൈസേഷൻ നല്ലോണം പഠിക്കുക, ഞാൻ പറഞ്ഞ മാട്രിക്സ് ഫോമിൽ എഴുതിയിട്ട് ഫോർമുലൈസ് ചെയ്യാൻ പഠിക്കുക, കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കുക, കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം പ്രോബ്ലം സോൾവ് ചെയ്യുക. അതാണ് ആ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനുശേഷം സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഗ്രാഫിക്കൽ മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ബൗണ്ടഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും വരിക, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. നമുക്കിനി അടുത്ത വരുന്ന രണ്ടാമത്തെ സെഷനാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്ക് അടുത്ത് വരുന്ന ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ അടുത്തൊരു മെത്തേഡാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇതെല്ലാം ലീനിയർ ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിനെല്ലാം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പക്ഷേ സോൾവിങ് മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം എല്ലാ പ്രോബ്ലത്തിലും. എല്ലാത്തിനും ഇക്വേഷൻസ് ഒക്കെ ലീനിയർ ആയിരിക്കും, പക്ഷേ സോൾവിങ് മെത്തേഡുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ എന്താണെന്ന് ഞാൻ ഒരു ചെറുതായിട്ടൊരു ഐഡിയ തരാം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ സിറ്റുവേഷനിൽ. ഇപ്പോൾ നമുക്ക് കുറേ ഫാക്ടറികളുണ്ട്. ആ ഫാക്ടറികളിൽ നമുക്ക് പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്തുണ്ട്, കുറേ വെയർ ഹൗസുകളുണ്ട് അല്ലെങ്കിൽ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഈ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 3 ഫാക്ടറി ഉണ്ട്, നമുക്കൊരു 4 ഷോപ്പ് ഉണ്ട്, അങ്ങനെയാണ് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 3 ഫാക്ടറി 4 ഷോപ്പിലേക്ക് നമുക്ക് സാധനങ്ങൾ എത്തിക്കണം. അപ്പോൾ ഈ സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ നമുക്കറിയാം, ഒരു വണ്ടി പോകുന്നതിന് ഇപ്പോൾ ഒന്നാമത്തെ ഫാക്ടറിയിൽ നിന്ന് ഒന്നാമത്തെ ഷോപ്പിലേക്ക് പോകണമെങ്കിൽ ഇത്ര രൂപ ആ ഒരു പർട്ടിക്കുലർ വണ്ടിക്ക് നമുക്ക് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഓരോന്നിനും ഓരോ കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യണം എന്താ വെച്ചെങ്കിൽ, ഏത് സ്ഥലത്തു നിന്ന് ഏത് ഫാക്ടറിയിൽ നിന്ന് ഏത് വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുക. ഇതൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിലാണ്. അപ്പോൾ നമുക്ക് കുറേ ഫാക്ടറികളുണ്ട്, അല്ലെങ്കിൽ അതൊരു ലോജിസ്റ്റിക്, ഇപ്പോൾ ഇതുപോലെ തന്നെ ക്യാരിങ് വെഹിക്കിളാണ് നമ്മൾ ചെയ്യണതെന്ന് വിചാരിക്കുക, സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ ഫാക്ടറി എന്ത് ചെയ്യുന്നില്ല, ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ്, എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റോറുകളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്, മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എങ്ങനെയൊക്കെ മിനിമൈസ് ചെയ്യാം, പൈസ കുറയ്ക്കാം. ട്രാൻസ്പോർട്ടേഷൻ വഴി ഓരോ വണ്ടിയിൽ നമുക്ക് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഏത് ഫാക്ടറിയിൽ നിന്ന് ഏത് ലൊക്കേഷനിലേക്ക് ഏത് വെയർ ഹൗസിലേക്ക് കൊണ്ടുപോയാലാണ് മിനിമം കോസ്റ്റ് ചിലവാകാന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സപ്ലൈ ഉണ്ടാവും, ഡിമാൻഡ് ഉണ്ടാവും. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി, ഡിമാൻഡ് എന്ന് പറയുന്നത് സ്റ്റോറിലായിരിക്കും ഡിമാൻഡ്, അല്ലെങ്കിൽ ഓരോ വെയർ ഹൗസുകൾ അല്ലെങ്കിൽ ഷോപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് കുറേ ഷോപ്പുകളും കുറേ ഫാക്ടറികളും ഉണ്ടാവും, ഫാക്ടറി ഔട്ട്ലെറ്റുകളും ഉണ്ടാവും. അപ്പോൾ എവിടെ നിന്നൊക്കെ എവിടേക്ക് കൊടുത്താലാണ് നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. അതാണ് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ പഠിക്കുന്നത്. കോസ്റ്റ് എപ്പോഴും കുറച്ച് കൊണ്ടുവരിക, കാരണം നമുക്ക് കോസ്റ്റ് കുറച്ചാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിട്ടില്ല, നിങ്ങൾ കുറേ ട്രാൻസ്പോർട്ടേഷൻ കമ്പനികളുണ്ടാവും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കമ്പനികൾ ഇതുപോലത്തെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലൊക്കെ ഇട്ടിട്ട് സോൾവ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. പാർസൽ സർവീസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലായിടത്തും അല്ല, ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ട് ചിന്തിക്കുന്നവർ ഇതുപോലെ ചെയ്യാം. അല്ലാതെ ലോക്കലൊക്കെ സാധനങ്ങൾ നമ്മൾ സാധാരണ അവിടേക്ക് കൊണ്ടുപോകും, നമ്മൾ സമയത്തിനനുസരിച്ച് കൊടുക്കുകയായിരിക്കും ചെയ്യുക. പക്ഷെ ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് നമുക്ക് പ്രോബ്ലം ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് LPP where objective is to transport various amounts of products that are stored several origins to number of destinations. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഫാക്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോർ ആയിരിക്കാം. സ്റ്റോറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഓരോന്നിനും ഷോപ്പുകളിലേക്കല്ലേ കൊടുക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് കൊടുക്കണം. The transportation is effective in such a way that the destination demands are satisfied with the capacity of distribution origins. എപ്പോഴും നമുക്ക് എഫക്റ്റീവ് ആയപ്പോഴാണ് നമ്മുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റണം അല്ല, അപ്പോഴേ നമുക്ക് എഫക്റ്റീവാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു സപ്ലൈ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ചിലപ്പോൾ S1ലേക്ക് കൊടുക്കാം, S2ലേക്ക് കൊടുക്കാം, S3ലേക്ക് കൊടുക്കാം.
കുറേ എന്താണ് നമുക്ക് ചാൻസുകളുണ്ട്. അപ്പോൾ ഓരോന്നിനും നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് നമുക്ക് 3 സ്ഥലത്തേക്ക് ഇവിടെ പിന്നെ നമ്പർ ഓഫ് ടൈംസിനെങ്കിൽ നമുക്ക് അവിടേക്കൊക്കെ നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യാം. പക്ഷെ നമുക്ക് അങ്ങനെ കൊടുത്താൽ റെഡി ആവില്ല. ഏതിലേക്ക് കൊടുത്താലാണ് നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. അതാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ഈസ് എഫക്റ്റീവ് ഇൻ സച്ച് എ വേ ദാറ്റ് ഡെസ്റ്റിനേഷൻ ഡിമാൻഡ്സ് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് കപ്പാസിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒറിജിൻസ്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ 20 ഡിമാൻഡ് നമ്മുടെ എല്ലാം 8 ഉണ്ടെങ്കിൽ നമുക്ക് അതേ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വരുന്ന കേസുകളാണ് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ എയിം എന്ന്. നേരത്തെ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ എയിം എന്ത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ എയിം ടു ഫൈൻഡ് ഔട്ട് ദ ഒപ്റ്റിമം ട്രാൻസ്പോർട്ടേഷൻ ഷെഡ്യൂൾ കീപ്പിംഗ് ഇൻ മൈൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് മിനിമൈസ്ഡ്. നമ്മുടെ ഇവിടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. നമുക്കൊരു സ്ഥലത്ത് നിന്ന് ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു ഷോപ്പിലേക്ക് നമുക്ക് സാധനങ്ങൾ എത്തിക്കണം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്പുകൾക്ക് സാധനം എത്തിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഏത് ഫാക്ടറിയിൽ നിന്ന് ഏത് ഷോപ്പിലേക്ക് സാധനങ്ങൾ കൊടുത്താലാണ് നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ദെൻ ദ ഒറിജിൻ ഓഫ് ദി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ ലൊക്കേഷൻ ഫ്രം വിച്ച് ദ ഷിപ്മെൻറ്റ്സ് ആർ ഡിസ്പാച്ച്ഡ്. ഇനി നമ്മൾ പറഞ്ഞ ഒരു ടേംസ് ആണ്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പറയും ഒറിജിൻ എന്ന് പറയും. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് ദ ലൊക്കേഷൻ ഫ്രം വിച്ച് ഷിപ്മെൻറ്റ്സ് ആർ ഡിസ്പാച്ച്ഡ്. എവിടെ നിന്നാണോ നമ്മൾ സാധനങ്ങൾ കയറ്റി വിടുന്നതിനെയാണ് നമ്മളെന്ന് പറയുക ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി ഡെസ്റ്റിനേഷൻ നിങ്ങൾ കേൾക്കാം ഈ പ്രോബ്ലത്തിൽ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാണോ സാധനങ്ങൾ വന്ന് ചേരുന്നത്, അല്ലെങ്കിൽ ലൊക്കേഷൻ ടു വിച്ച് ഷിപ്മെൻറ്റ്സ് ആർ ട്രാൻസ്ഫർ, എവിടേക്കാണോ നമ്മൾ സാധനങ്ങൾ അയക്കുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ. എവിടെ നിന്നാണോ അയക്കുന്നതാണ് നമ്മൾ ഒറിജിൻ. ദ യൂണിറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ 1 യൂണിറ്റ് ഓഫ് ദി കൺസൈൻമെൻറ്റ് ഫ്രം വൺ ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സാധനം ഒരു ഒറിജിനിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കുന്നതാണ് നമ്മളെന്ന് പറയുക യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുക. കുറച്ച് ടേംസുകൾ പറഞ്ഞെന്ന് മാത്രം. എന്താണ് ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എവിടേക്കാണോ സപ്ലൈ ചെയ്യുന്നത്. ഇനി യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ കോസ്റ്റ് ഫോർ ട്രാൻസ്പോർട്ടിങ് 1 യൂണിറ്റ് ഓഫ് ദി കൺസൈൻമെൻറ്റ് ഫ്രം ആൻ ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ. ഒരു ഒറിജിനിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എത്ര പൈസ വരും, അതിനാണ് നമ്മളെന്ന് പറയുക യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയാം. അപ്പം ഈ 3 ടേംസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പ്യൂട്ട് ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് മിനിമൈസ് ദ ട്രാൻസ്പോർട്ട്. എല്ലായിടത്തും എന്താ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ലൊക്കേഷൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ ഡെപ്പോട്ട്സ് വേർ സിഗ്നിഫിക്കൻറ്റ് ടോട്ടൽ കോസ്റ്റ് ഡിഫറൻസ് മേ നോട്ട് മാറ്റർ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ലൊക്കേഷൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ. നമ്മുടെ ഇവിടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻസ് കണ്ടുപിടിക്കുക. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഡിഫറൻസ് മേ നോട്ട് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ എല്ലാത്തിനെയും മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സോ മിനിമൈസ് ദ ഷിപ്പിംഗ് കോസ്റ്റ് ഫ്രം ഫാക്ടറീസ് ടു വെയർ ഹൗസ്. ഇതെല്ലാം അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഏകദേശം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. ദെൻ ഡിറ്റർമൈൻ ദ ലോവസ്റ്റ് കോസ്റ്റ് ലൊക്കേഷൻ ഫോർ എ ന്യൂ ഫാക്ടറി, വെയർ ഹൗസസ്, ഓഫീസ് ഓർ അതർ ഔട്ട്ലെറ്റ് ഫെസിലിറ്റി. ഫൈൻഡ് മിനിമം കോസ്റ്റ് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ അറ്റ് സാറ്റിസ്ഫൈസ് ഫേംസ് ഡിമാൻഡ് ആൻഡ് പ്രൊഡക്ഷൻ ലിമിറ്റേഷൻസ്. ഒക്കെ അതിനെ കുറച്ച് അപ്ലിക്കേഷൻസ് പറയുകയാണ്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ എന്തിനാണ് നടത്തുന്നത്, പ്രോബ്ലം എന്തിനാണ് സോൾവ് ചെയ്യുന്നത്, കോസ്റ്റ് മിനിമൈസ് ചെയ്യണം. നമുക്ക് ഇത്ര സപ്ലൈ നമുക്കുണ്ട്, നമുക്ക് അവിടേക്ക് എത്ര ഡിമാൻഡ് ഉണ്ട്, അതനുസരിച്ച് നമ്മൾ സാധനങ്ങൾ ഓരോ ലൊക്കേഷനിൽ നിന്നും ഓരോ ഫാക്ടറിയിൽ നിന്നും ഓരോ വെയർ ഹൗസിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യണം. ഇങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ ഏത് സ്ഥലത്തു നിന്ന് ഏത് സ്ഥലത്തേക്ക് കൊടുത്താലാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുക. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് തന്നെ നമുക്ക് രണ്ടായി തിരിക്കാറുണ്ട്. ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. എന്താണ് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 ഫാക്ടറി ആണെങ്കിൽ 5 ഫാക്ടറി കൂടിയിട്ട് 25 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഡിമാൻഡ് 4 ആ ഡിമാൻഡ് അല്ലെങ്കിൽ നമുക്ക് ഡെസ്റ്റിനേഷൻസ് 4 ആ 4 25 നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് നമുക്ക് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. എത്ര നമുക്ക് ഇപ്പോൾ ഫാക്ടറിയിൽ 25 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് വെയർ ഹൗസിൽ 4 25 ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആയി. അതിനാണ് നമുക്ക് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സപ്ലൈ ഇസ് നോട്ട് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. നമുക്ക് എന്താണ് 25 ഉണ്ടാക്കുന്നുണ്ട്,
പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് 28 എണ്ണമാണ്, അല്ലെങ്കിൽ 28 ഉണ്ടാക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് 25 എണ്ണമാണ്. അങ്ങനെ അത് രണ്ടും ബാലൻസ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് വേറെ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസിൽ നമുക്ക് ഈ ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് പഠിക്കാം. ഇനി ട്രാൻസ്പോർട്ടേഷൻ മാട്രിക്സ്, ഒരു മാട്രിക്സ് ഫോമിലാണ് സാധാരണ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ മാട്രിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ O1, O2, O3, OM ആർ ദ ഒറിജിൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. D1, D2, D3 ആർ ദ ഡെസ്റ്റിനേഷൻസ്, ഷോപ്പ്. നോക്കി കഴിഞ്ഞാൽ ഇവിടെ എഴുതാം. നമ്മൾ സാധാരണ പ്രോബ്ലം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറിജിൻ O1, O2, OM എത്ര ഉണ്ടോ അതാണ് നമ്മൾ ഒറിജിനായിട്ട് എഴുതുക. ഒന്നാമത്തെ ഫാക്ടറി, രണ്ടാമത്തെ ഫാക്ടറി, അങ്ങനെ. ഇനി ഡെസ്റ്റിനേഷൻ നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻസ്. എത്ര വെയർ ഹൗസുകളുണ്ട് അല്ലെങ്കിൽ ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് D1, D2, D3 എന്ന് എഴുതാറുണ്ട്. ഈ മാട്രിക്സിൻ്റെ ഇവിടെ ഒറിജിൻ എഴുതും, ഇവിടെ ഇത്. ഇനി ഈ A1 റിക്വയർമെൻറ്റ്സ് ഓൺ വേരിയസ് ഡെസ്റ്റിനേഷൻസ് ആർ B1, B2, B3 ആൻഡ് B8, B3 എക്സെട്ര പ്ലസ് BN റെസ്പെക്റ്റീവ്ലി. ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ്, ഇതാണ് നമ്മുടെ ഡിമാൻഡുകൾ. ഇത്ര ഡിമാൻഡ് സാധനം ഈ ഫാക്ടറിക്ക് ഇത്ര B1 ആവശ്യമുണ്ട്, D2 ഫാക്ടറിക്ക് B2 ആവശ്യമുണ്ട്, അങ്ങനെ ഇതാണ് നമ്മുടെ ഡിമാൻഡ്. ഇനി A1, A2, A3 എന്ന് പറയുന്നതാണ് നമ്മുടെ സപ്ലൈ അല്ലേ. ഈ O1 എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ A1 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. O2 എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ A2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. OM എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നമ്മുടെ ഒറിജിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറി നമുക്ക് പറയാം. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പുകൾ. ഇനി B1, B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, ഇത്രയും സാധനങ്ങൾ വേണം. ഈ റിക്വയർമെൻറ്റ് ഇതിന് താഴെയായിട്ടായിരിക്കും. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തേക്ക് ഇത്ര ഉണ്ട്, D2 എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇത്ര B2 ആവശ്യമുണ്ട്. അങ്ങനെ ഓരോന്നിനാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇത് ചെയ്തിൻ്റെ ആയിരിക്കും, റിക്വയർമെൻറ്റ് ഇതിൻ്റെ ആയിരിക്കും. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ A1, A2 എന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് ഉണ്ടാക്കുന്നതാണ്. O1 എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ A1 എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. O2 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള O1 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ടായിരിക്കും റിക്വയർമെൻറ്റ്സ്. ഇവിടെ എത്ര സപ്ലൈ ഉണ്ട്, ഇതാണ് ഇവിടെ ഈ സൈഡിൽ സപ്ലൈ, ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ഓർ സപ്ലൈ ആണ്. ഇനി ഫോർ എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സിഗ്മ A = സിഗ്മ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 25 ഇവിടെ റിക്വയർമെൻറ്റ്സ് 25 ആണെങ്കിൽ ഇവിടെ ടോട്ടൽ കൂട്ടി കഴിഞ്ഞാൽ ഇവിടെയും 25 ആയിരിക്കണം. അപ്പോൾ B1 + B2, A1 + A2 പ്ലസ് ഇവിടെ ഒരു 3 ഉണ്ട്, A1 + A2 + A3 = B1 + B2 + B3. ഇപ്പോൾ ഇവിടെ 7, 4, 1 ആണെങ്കിൽ എത്ര 7, 4, 12 ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും 6 + 4 + 2. അപ്പോൾ അത് ബാലൻസ്ഡ് ആയിരിക്കണം. എന്താണ് ഡിമാൻഡും നമ്മുടെ സപ്ലൈയും കൂട്ടി കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആവണം. അതാണ് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഇതിലെന്താണ് CIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ C11, C12, C1N എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് C11 എന്ന് പറഞ്ഞാൽ CIJ ഈസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ 1 യൂണിറ്റ് ഫ്രം ith origin to jth ഡെസ്റ്റിനേഷൻ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് ഈ കോസ്റ്റ് C1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, O1 എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ നിന്ന് D1 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമ്മൾ സാധനങ്ങൾ കയറ്റി വയ്ക്കാത്തത് ഇവിടെ ആവശ്യമുണ്ട്. C11 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആവശ്യമുണ്ട്. ഇതാണ് C11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. CIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രം 1 യൂണിറ്റ് ഫ്രം ith ഒറിജിൻ, ഇതാണ് നമ്മുടെ ith ഒറിജിൻ ടു jth ഡെസ്റ്റിനേഷൻസ്. ഇവിടുന്ന് O1 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് D1 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നതിന് C11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോസ്റ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതെടുത്ത് നോക്കുകയാണെങ്കിലോ C12, O1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് D2 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമുക്ക് സാധനങ്ങൾ അയക്കാൻ C112 എന്ന് പറഞ്ഞ കോസ്റ്റ് ആവശ്യമുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മാട്രിക്സ് നമ്മൾ ഫോം ചെയ്യണത്. അപ്പം ഒന്നുകൂടി പറയാണ്, O1, O2, O3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻസ്, D1, D2, D3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ഷോപ്പുകൾ, റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഓരോ ഷോപ്പിലേക്ക് എത്ര ആവശ്യമുണ്ട്, B1, B2, B3. ഇനി A1, A2 എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് ഉണ്ടാക്കുന്നതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്നത് ഈക്വൽ ടു കൊടുക്കുന്നതാണെങ്കിൽ എത്ര സ്ഥലത്തേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അതിന് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ A1, A2കളുടെയൊക്കെ സമ്മ് B1, B2കളുടെ സമ്മായിട്ട് ഈക്വൽ ആവും. അങ്ങനെയാണ് നമ്മൾ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയും. ഇതാണ് നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം. ഇനി CIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ 1 ഓഫ് യൂണിറ്റ് ഫ്രം ith ഒറിജിൻ ടു jth ഡെസ്റ്റിനേഷൻസ്. നമുക്ക് ഇങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം
അതിൻ്റെ മാട്രിക്സ് എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ 3 തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ LPP നമ്മൾ പറയാറുണ്ട് ഫീസിബിൾ, ഒപ്റ്റിമം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻഡിവിജ്വൽ അലോക്കേഷൻ ടു സാറ്റിസ്ഫൈ റോ ആൻഡ് കോളംസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. ഇത് നമ്മൾ നോക്കി വയ്ക്കുക എന്താണെന്ന് ഞാൻ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഇനി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് എം ക്രോസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മാട്രിക്സ്. എം ക്രോസ് എന്നൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത്ര എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം. അപ്പോൾ അത് ഈ എത്ര എം റോയും n കോളം ഉള്ള ഒരു മാട്രിക്സിൽ ലൊക്കേഷൻ എത്രയായിരിക്കണം? m+n1 മൈനസ് അലോക്കേഷൻസ് ഉണ്ടാകണം. എന്താണ് അലോക്കേഷൻസ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് തിരിച്ചു വരാന്നിട്ട് ഇപ്പം ഇത്ര നിങ്ങൾ ഇതിൻ്റെ ഡെഫിനിഷൻസ് നോക്കി പോവുക. ഇനി ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഒന്നുകൂടി ഈ സൊല്യൂഷൻസ് എന്താണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഇനി ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് സൊല്യൂഷൻ ഈ സർട്ടിഫിക്കറ്റ് ഒപ്റ്റിമം ഇറ്റ് മിനിമൈസ് ദ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷൻ. നമുക്കിവിടെ ചെയ്യാൻ ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് സിലബസിൽ നമുക്ക് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ മാത്രമേ കണ്ടുപിടിക്കേണ്ടുള്ളൂ. m+n-1 അലോക്കേഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന്? ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് സാധാരണയായിട്ട് രണ്ടല്ല മൂന്ന് കുറേ തരത്തിലുണ്ട്. നമുക്ക് സിലബസിൽ നമുക്ക് ഈ 2 മെത്തേഡുള്ളൂ. ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡും വോജൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത്. ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡും വോജൽസ് അപ്രോക്സിമേഷൻ മെത്തേഡും. ഇനി എന്താണ് ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഈ ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് നമ്മൾ സോൾവ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സുകൾ? അപ്പോൾ ആദ്യം തന്നെ ചൂസ് ദ സെൽ ഹാവിങ് ലോവസ്റ്റ് കോസ്റ്റ് ഇൻ ദി മാട്രിക്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ ഞാനിവിടെ ഒരു മാട്രിക്സ് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഒന്നാമത്തെ ഫാക്ടറി എഫ് അല്ലെങ്കിൽ ഒറിജിൻ F1, F2, F3 ഇതാണ് നമ്മുടെ 3 ഫാക്ടറി. ഇനി ഇവിടെ നമ്മുടെ ഷോപ്പുകൾ നമുക്ക് വേണമെങ്കിൽ D1, D2, D3, D4 നമുക്ക് ഓരോന്നിനും കോസ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെ 5, 3, 4, 7, വേറെ കളർ കൊടുക്കാം നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാവാൻ. ഇവിടെ നിങ്ങൾ 4, 7, 3, 5. ഇവിടെ 2, 1, 4, 7, ഇവിടെ 6, 3, 1, 4 എന്നാണ് ഇതിൻ്റെ ഓരോ കോസ്റ്റും. ഇവിടെ കുറച്ച് സപ്ലൈകളുണ്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ 2, 6, 4 മൊത്തം 12 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3, 2, 1, 6 ഇതാണ് നമ്മുടെ ഇത്രയും 2, 6, 4 നമ്മുടെ അത്രയും സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഫാക്ടറിയിൽ. 3, 2, 1, 6 നമുക്ക് ഓരോ ഫാക്ടറിയിലേക്ക് വേണ്ട, ഓരോ ലൊക്കേഷനിലേക്ക് വേണ്ട സാധനങ്ങൾ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യണത് ചോസ് ദ സെൽ ഹാവിങ് ലോവസ്റ്റ് കോസ്റ്റ്. ഇതിനാണ് ഏതൊക്കെയാണ് ഇതിൽ കോസ്റ്റ് എന്ന് പറയുന്നത്? ഈ നീല കളറിൽ എഴുതിയിരിക്കുന്നതാണ് കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ലോവസ്റ്റ് കോസ്റ്റ് എവിടെയാണ് നോക്കുക. ഈ ലോവസ്റ്റ് കോസ്റ്റ് 2 തരത്തിൽ വരുന്നുണ്ട്. ഏതാ വരുന്നത്? ഇവിടെ 1 വരുന്നുണ്ട്. നമുക്ക് ഇവിടെയും 1 വന്നിട്ടുണ്ട്, ഇവിടെയും 1 വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ചില എല്ലായിടത്തും ഇപ്പോൾ 1 ഒരു സ്ഥലത്ത് മാത്രമല്ലെങ്കിൽ അതാണ് നമ്മൾ ലോവസ്റ്റ് കോസ്റ്റ്. 2 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? റോഡ് ഓർഡർ ചെയ്യുന്നത്. ഇപ്പോൾ 1ാമത്തെ റോ, 2ാമത്തെ റോ, 3ാമത്തെ റോ. അപ്പോൾ നിങ്ങൾ ആദ്യം റോഡ് ഓർഡർ എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചൂസ് ദ സെൽ ഹാവിങ് ലോവസ്റ്റ് കോസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ഈ സെല്ലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം ഇവിടെയാണ് നമുക്ക് ലോവസ്റ്റ് കോസ്റ്റ് വരുന്നത്. 2 സ്ഥലത്ത് വരുന്നത് കാരണം നമ്മൾ ആദ്യത്തെ റോ നമ്മൾ എടുത്തു. 1ാമത്തെ റോ, 2ാമത്തെ റോ, 3ാമത്തെ റോ. അപ്പോൾ നമ്മൾ 2ാമത്തെ റോ നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം നമുക്ക് രണ്ടിലും മുന്നിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വരുന്ന റോ നമ്മൾ ആദ്യം എടുക്കുന്നു. ഇനി
അലോക്കേറ്റ് ദ മിനിമം സപ്ലൈ ഓഫ് ഡിമാൻഡ് വാല്യൂസ് ഇൻ ദാറ്റ് സെൽ. അപ്പോൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, നമ്മുടെ ലോവസ്റ്റ് കോസ്റ്റ് സെൽ നമ്മൾ എടുത്തു. ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക എല്ലാവരും, ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ ഈ റോഡ് നേരെ ഇവിടേക്ക് നോക്കുക, അതിന് താഴേക്ക് നോക്കുക. നമ്മൾ സെലക്ട് ചെയ്ത ആ സെല്ലിൻ്റെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും, അല്ലെങ്കിൽ ഇവിടെ ഡിമാൻഡിലേക്കും സപ്ലൈക്കും നോക്കുക. ഇനി നോക്കി കഴിഞ്ഞാൽ ഇവിടെ എത്ര നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 6 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? എത്ര നമുക്ക് ഡിമാൻഡ്? 2. അപ്പോൾ നമ്മളിവിടെ ഇവിടെ എത്ര നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും? 6 നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര ആവശ്യമുള്ളൂ? ഡിമാൻഡ് 2 ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര അവിടെ കൊടുക്കണം? എത്ര കൊടുക്കുക? സാധാരണ ചാറ്റ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ 6 ഈ ഫാക്ടറി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് 2 ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സെല്ലിൽ അലോക്കേറ്റ് ചെയ്യണം. എത്ര അലോക്കേറ്റ് ചെയ്യേണ്ടി വരും? 2 അലോക്കേറ്റ് ചെയ്യേണ്ടത്, 6 അലോക്കേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കേൾക്കാനില്ലേ? സൗണ്ട് കേൾക്കാനില്ലേ? അതോ ബ്ലാങ്ക് ആണോ? ഈ പറയുന്ന പ്രോബ്ലത്തിൽ നമുക്ക് 6 നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് 2 ആവശ്യമുള്ളൂ. അത് നമുക്ക് എത്ര മതി? 2 എവിടെ കൊടുത്താൽ മതി? 6 2 അലോക്കേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, 2 നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് 6 ഉണ്ടെങ്കിൽ നമുക്ക് 2 ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളവിടെ 2 അലോക്കേറ്റ് ചെയ്യുക. 2 ഇവിടെ വരച്ചിട്ട് ഒരു കള്ളി പോലെ തന്നെ വരച്ച് വയ്ക്കും, 2. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യുന്നതെങ്കിൽ ഈ 2 ഇവിടെ കൊടുത്ത കാരണം ഇവിടുത്തെ ഈ 2 നമുക്ക് ഈ രണ്ടാമത്തെ D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിക്ക് നമുക്ക് ഷോപ്പിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എന്താ, ഈ D2 എന്ന ഫാക്ടറി ഒന്ന് ഒഴിവായിപ്പോയി. അപ്പോൾ നമ്മുടെ മാട്രിക്സ് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യണം. D2 എന്താണ് ഇവിടെ? D2 എന്ന് പറഞ്ഞാൽ ഫാക്ടറിക്ക് നമുക്ക് ഓൾറെഡി D2 എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി ആ ഷോപ്പിൽ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുക. ഈ പറയുന്ന ഈ കോളം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാണ് ചെയ്യുക. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അടുത്ത് എങ്ങനെ എഴുതണം നോക്കി കഴിഞ്ഞാൽ ഇവിടെ 4 2 6 ഇത് പോയി കഴിഞ്ഞു. ഇനി ഇവിടെ ഉള്ളത് 3 4 1 5 7 4. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. കാരണം ഈ D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫാക്ടറിയിലേക്ക് നമ്മൾ ആ 2 കൊടുത്തു കഴിഞ്ഞു. ഇനി അതിനെ കൺസിഡർ ചെയ്യുന്ന കാര്യമില്ല. ആ ഫാക്ടറി D2ലേക്കുള്ളത് മൊത്തം കൊടുത്തു. ഇനി ആ D2 നമ്മുടെ ഇതിൽ നിന്ന് ഔട്ടായിപ്പോയി. അപ്പോൾ D2ൻ്റെ ആ കോളം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി വീണ്ടും നമ്മുടെ മാട്രിക്സ് ഇങ്ങനെ ഒന്നായി ചെറുതായി. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അടുത്ത കോസ്റ്റ് നോക്കുക. പിന്നെ ഇവിടെ വീണ്ടും നമുക്ക് ഡിമാൻഡ് എഴുതണം. ഇവിടെ 3 നമുക്ക് ഡിമാൻഡ് 2 വേണ്ട, 2 ഓൾറെഡി ക്യാൻസൽ ആയിപ്പോയി. ഇനി 1 6 ഇതാണ് ഡിമാൻഡ്. ഇനി സപ്ലൈ എത്രയൊക്കെ ഉണ്ടായിരിക്കും? നമുക്ക് സപ്ലൈ ചെയ്തുമ്പോൾ ഇവിടെ 2 സപ്ലൈ നമുക്ക് 2 ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എത്ര ഉണ്ടാക്കുന്നുണ്ട്? രണ്ടാമത്തെ 2 4 ഇതിൽ നമുക്ക് എത്ര ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു? 2 കൊടുത്തു കഴിഞ്ഞു. ബാക്കി നമുക്ക് 4 ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ? 2 നമുക്ക് ഈ ഫാക്ടറിയിലേക്ക് കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് കൊടുത്തു കഴിഞ്ഞു. 6 നമുക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 4 ഉണ്ടാവുള്ളൂ. അപ്പം 2 4 4 ഇവിടെ വരും. ഇനി അടുത്ത കോസ്റ്റ് 1. ഇതാണ് നമ്മുടെ ലോവസ്റ്റ് കോസ്റ്റ്. ഇതിലിപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എത്ര ഡിമാൻഡ് ഉണ്ട്? ഡിമാൻഡ് 1 ഉള്ളൂ. സപ്ലൈ 4 ഉണ്ട്. 4 നമുക്ക് 1 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 1 അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഈ D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി വെയർ ഹൗസ് പോയി. അങ്ങനെ ഓരോ റോ ആയിട്ട് അല്ലെങ്കിൽ ഓരോ കോളായിട്ട് നമ്മൾ എക്സോസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ദസ് ഐദർ റോ കോളം ടോട്ടൽ എക്സോസ്റ്റഡ് ക്രോസ് ഓഫ് ദ കറസ്പോണ്ടിങ് റോ ഓർ കോളം ഫ്രം ദ റെഡ്യൂസ്ഡ് മാട്രിക്സ് അലോക്കേറ്റ് ദ സെൽ ഹാവിങ്. അടുത്ത ലോവസ്റ്റ് കോസ്റ്റ് നോക്കുക. ഇത് 2 3 സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. കണ്ടിന്യൂ ദ പ്രോസസ് അണ്ടിൽ അവൈലബിൾ ക്വാണ്ടിറ്റീസ് എക്സോസ്റ്റഡ്. നോക്കി കഴിഞ്ഞാൽ അവസാനം ഒരു 2 കോളോ അല്ലെങ്കിൽ 2 റോ ആയിട്ട് നമുക്ക് അവസാനം വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം അവസാനിപ്പിച്ചിട്ട് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഈ മെത്തേഡിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യണത്. ആദ്യം ചെയ്യണത് ചൂസ് ദ സെൽ ഹാവിങ് ലോവസ്റ്റ് കോസ്റ്റ് ഇൻ ദി മാട്രിക്സ്. ദെൻ അലോക്കേറ്റ് ദ മിനിമം ഓഫ് സപ്ലൈ ഓർ ഡിമാൻഡ് വാല്യൂസ് ഇൻ ദി സെല്ല്. ഒന്നെങ്കിൽ മിനിമം ഏതാണ് മിനിമം? ചിലപ്പോൾ ചില കേസിൽ 6 ആയിരിക്കും. 6 നമുക്ക് ഡിമാൻഡ് ഉണ്ട്, 2 നമുക്ക് 2 ഡിമാൻഡ് ഉണ്ട്, 6 സപ്ലൈ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 കൊടുത്താൽ മതി. കാരണം നമുക്ക് ഡിമാൻഡിലേക്ക് കൊടുത്താൽ മതി. സപ്ലൈ അവിടെ എത്ര കുഴപ്പമില്ല നമുക്ക്.
അപ്പോൾ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി ഇതിന് വെച്ചിട്ട് പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ PPT നിങ്ങൾക്ക് ഞാനിപ്പോൾ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്നുകൂടി നോക്കുക. ഇതിൻ്റെ അടുത്ത ക്ലാസ് എടുക്കാൻ പോകുന്നതുകൂടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതുകൂടി നോക്കി വരിക അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾ നാളത്തെ ക്ലാസ്സിൽ അന്ന് ചിലപ്പോൾ നാളെ ചിലപ്പോൾ അപ്പോൾ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം, അല്ലെങ്കിൽ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് നാളെ ഒന്നുകൂടി നിങ്ങൾക്ക് ഓരോ ലോവസ്റ്റ് കോസ്റ്റ് കൺട്രിയും വോജൽസ് അപ്രോക്സിമേഷനിലും ഓരോ പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങളൊന്ന് സോൾവ് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ ദിവസം പ്രോബ്ലത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാം. ഓക്കെ, അടുത്ത ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.